മാനദണ്ഡങ്ങൾ 10 പിൻവലിക്കുമെന്നാണ് ഞങ്ങൾ സമരം തുടങ്ങി ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു കുറിപ്പിലൂടെ അറിയിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് CITU ആണ് 2018 ഈ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഈ സമരത്തിന് വന്ന് 10 ദിവസം കഴിയുമ്പോൾ അത് തീരുമാനമാകുന്നു, മന്ത്രി ഉറപ്പ് നൽകുന്നു. ഉത്തരവ് വരുന്നത് കഴിഞ്ഞ ദിവസമാണ്. ആ ഉത്തരവിൽ ആദ്യത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറഞ്ഞാൽ ഓണറേറിയത്തിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളും അത് നേരത്തെ 5 മാറ്റിയെന്നും ഇപ്പോൾ 10 പൂർണ്ണമായി മാറ്റിയിരിക്കുന്നെന്നും വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇൻസെന്റീവിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ഫിക്സഡ് ഇൻസെന്റീവായി നേരത്തെ ഉണ്ടായിരുന്ന 2000 രൂപയും പിന്നീട് വന്നൊരു 1000 രൂപയ്ക്കും മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നു. ആ ഇൻസെന്റീവിന് മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, ഇൻസെന്റീവ് കുറഞ്ഞാൽ ഓണറേറിയം പകുതിയായി വെട്ടിക്കുറയ്ക്കാനുള്ള മാനദണ്ഡം കൂടെ വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉത്തരവ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. വളരെ വളരെ വിചിത്രമായ രീതിയിൽ അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ ആസൂത്രിതമായ നീക്കമാണ്. അങ്ങനെ പറ്റിക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇങ്ങനെ ആളുകളെ വിട്ടിയാക്കുകയാണിത്. ഫിക്സഡ് ഓണറേറിയം, ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതിനകത്ത് ഒരു മാനദണ്ഡമില്ല, അത് ഫിക്സഡ് ആണെന്ന്. ഫിക്സഡ് ഇൻസെന്റീവിന് പുതിയ മാനദണ്ഡം ഏർപ്പെടുത്തുന്നു. വളരെ വിചിത്രമായി ഇവരെന്തായി മനസ്സിലാക്കുന്നത്? ആശാവർക്കർമാർ വെറും പൊട്ടന്മാരെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഓണറേറിയത്തിന്റെ മാനദണ്ഡം പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിൽ ഇൻസെന്റീവിനുള്ള പൂർണ്ണമായും മാനദണ്ഡങ്ങൾ സമ്പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ആളുകളെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിലെ വെച്ചിട്ട് വളരെ മഹത്തരമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ഓണറേറിയത്തിൻ്റെത് മാറ്റിയതുപോലെ ഇൻസെന്റീവ് മാറ്റിയേ പറ്റുള്ളൂ.